നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡിൽ ഒരു പുതിയ ഗതാഗത പരിഷ്കരണം, അതായത് ഈ ഒരു ബസ് സ്റ്റാൻഡിന് മുന്നിലായിട്ട് ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നതിനെതിരെ പ്രൈവറ്റ് ബസ്സുകാര് വലിയ രീതിയിലുള്ള സമരവുമായി വന്നിരിക്കുന്നു. അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്ന് രാവിലെ അവർ ജോലിക്കായി വന്നപ്പോൾ ഇവിടെ പെട്ടെന്നൊരു ബാരിക്കേഡ് കാണുന്നു. നേരത്തെയും ബാരിക്കേഡുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് മാറ്റിയതാണ്. ഇപ്പോൾ ഇത് ഒരു വലിയ രീതിയിലുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് യാത്രക്കാരെ ബാധിക്കും, യാത്രക്കാരെ സുരക്ഷയെ ബാധിക്കും, മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകാരെയും വലിയ രീതിയിൽ ഇത് ബാധിക്കും എന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഈ പരിഷ്കാരത്തിനെതിരെയാണ് അവർ സമരവുമായി രംഗത്ത് ഇന്ന് സർവീസുകളൊക്കെ ബാധിക്കുന്നുണ്ട്. ഈ ഒരു സമരവുമായി ഇറങ്ങുമ്പോൾ അവരുടെ സർവീസുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ മാധ്യമങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും തങ്ങൾ കരമടയ്ക്കുന്ന ഭൂമിയിലാണ് ഈ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് KSRTC അവകാശപ്പെടുന്നു. പ്രൈവറ്റുകാർ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഞങ്ങളും കരമടയ്ക്കുന്നവരാണ് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിഷയം ഇനി കൈകാര്യം ചെയ്യപ്പെടുക, ബാക്കി നിയമ നടപടികൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. ചേട്ടൻ, നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്? 93 മുതൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഒരു 101 സർവീസിനോ അവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ KSRTC അവരതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വർഷം മുമ്പ് കുറച്ച് മറ്റ് താൽക്കാലികമായി KSRTC ഡ്രമ്മൊക്കെ വെച്ച് അവരൊരു ബാരിക്കേഡ് വെച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവ പോകുന്ന പുറകെ തന്നെ പ്രൈവറ്റ് ബസ് ഇവിടുന്ന് പാസഞ്ചേഴ്സിനെ എടുത്തുകൊണ്ട് പോകുന്ന ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആയപ്പോൾ പെർമനന്റായി, ഇത് PWDയുടെ കൂടെ അധികാരത്തിൽപ്പെട്ട സ്ഥലമാണ്, ആരുടെയും അനുവാദമില്ലാതെ ആരുടെ ചോദിച്ചെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഞങ്ങൾ പലരോടും ചോദിച്ചു, ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചു, ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, RTOയോട് ചോദിച്ചു, ഇത് ഏത് രേഖ, ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ? അവർക്ക് ആർക്കും ഉത്തരവില്ല. അപ്പൊ KSRTC കുറെ തൊഴിലാളികൾ ഇവിടെ വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവർ ബോധപൂർവം ഈ മേഖലയിലെ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ്. അവർക്കത് ആരെങ്കിലും കമ്മിറ്റി വിളിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഒരു തീരുമാനം, ട്രാഫിക് പരിഷ്കരണം നടത്തുന്നതാരാ? കളക്ടറുടെ ഉത്തരവിലാണ്, നിയന്ത്രണത്തിലാണ്. കളക്ടർ ആരെങ്കിലും കമ്മിറ്റി വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഇവിടെ കമ്മിറ്റി കൂടിയിട്ടുണ്ടോ? എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിക്കണ്ടേ? ബസിന്റെ ഓണർമാരെ വിളിക്കണം, അവിടെ മീറ്റിംഗ് കൂടാറുണ്ടല്ലോ എല്ലാ വർഷവും ബസിന്റെ റൂട്ടിനെ സംബന്ധിച്ച്. അതിന് കമ്മിറ്റി വിളിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടന വിളിച്ചിട്ടില്ല, റോഡ് ഫണ്ടുകാരെ വിളിച്ചിട്ടില്ല. ആരും അറിയാതെ ഏകപക്ഷീയമായി KSRTC ഇപ്പോ ലാഭം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനം, ഇത് ഒരു കാരണവശാലും CITU എന്ന് പറയുന്ന തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിനാണ്, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന് അനുവദിക്കാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഞങ്ങൾ ബസ് തൊഴിലാളികൾ സമരം നടത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് വാഹനം എടുത്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും, ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങൾ അവിടെ പരിശോധിച്ചാൽ അറിയാം, കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ളതാണ് സീബ്ര ലൈൻ എന്ന് പറയുന്നത്. ആ സീബ്ര ലൈൻ അടക്കം കെട്ടി അടച്ചിരിക്കുകയാണ്. ആളുകൾ എങ്ങനെ ക്രോസ് ചെയ്യും? അപ്പൊ ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തണം. ഒരു പരിഹാരവും കണ്ടെത്താതെ ഏകപക്ഷീയമായി എടുത്ത ഈ നിലപാടിൽ CITU, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ, CITU അതിശക്തമായ പ്രതിഷേധത്തിലാണ്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി സമരവുമായി. ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ ആരും, ഞങ്ങൾ ഇന്ന് രാവിലെ വണ്ടി വരുമ്പോഴാണ് ഇതിൽ വാച്ചുകൾ കണ്ടത്. ആരെങ്കിലും അറിയണ്ടേ? ഇത് എവിടെയെങ്കിലും ഒരു സൂചന ഉണ്ടല്ലേ? പോലീസ് അധികാരികൾ ഒരു 10-25 പോലീസും ഇവിടുത്തെ എല്ലാ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരിങ്ങനെയാണ്. അവർക്കാണ് KSRTCയിലെ കുറെ തൊഴിലാളികൾ ഇതിനെ എതിർക്കാനെന്ന് പറഞ്ഞു. അപ്പൊ അവര് നേരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെ പിന്നെ അവര് സംഘടിച്ച് ഇവിടെ വന്ന് നിൽക്കുമല്ലോ. ഞങ്ങളെ തൊഴിലാളി വന്നപ്പോൾ അവര് ഞങ്ങളെ വിളിച്ചു വരുത്തിയാണ് ചെയ്തത്. സഹായവേദ ഇങ്ങനെ ഒരു പ്രശ്നമാണ്, ഞങ്ങളിത് ആരും അറിയുന്നില്ല, ഇവിടെ ഞങ്ങൾ ഇവിടെ കയറ്റും ആളുകളോടെ. ഇതിനിടയ്ക്ക് ഇവിടെ ഒരാളിന്റെ 2-3 പേര് മരണപ്പെട്ടു, ഒരാളിന്റെ പാദം മുറിച്ചു മാറ്റി. ഇവിടുന്ന് ഒരു ബസ് വയസ്സായ ആളുകള് ഏതെങ്കിലും മക്കളെ ഇത് ഏത് ബസ്സെന്ന് ചോദിക്കും. അപ്പൊ പറയും മെഡിക്കൽ കോളേജിലോ, അവരവിടെ നിന്ന് പെട്ടെന്ന് ചാടും. അങ്ങനെയാണല്ലോ സ്ഥിതി. അപ്പൊ ഈ 2 ബസ് ഇവിടെ ഇട്ടിട്ട് അപ്പുറത്തോട്ട് ബസ് വരെ പോവാ? അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനവും ഇതിനകത്തുണ്ട്, പൗരസ്വാതന്ത്ര്യത്തെ കനിപ്പിക്കുന്ന പരിധിയുണ്ട്. അപ്പൊ ഇതെല്ലാം അടിയന്തരമായി പിൻവലിക്കണം, ബാരിക്കേഡ് ഇവിടെ നിന്നെടുത്ത് മാറ്റണം. ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം KSRTC കരമടയ്ക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അത് എന്താണ്? അതിന്റെ രേഖകളാണ് ഇതിനകത്ത്. 75 സെന്റോ 73 സെന്റോ അവർക്ക് ബിജു പ്രഭാകർ ഇവിടെ കളക്ടറായിരുന്നപ്പോൾ പതിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് നോക്ക്, ഫുട്പാത്താണ്. നിങ്ങൾ അങ്ങോട്ട് ക്യാമറ തിരിച്ചറിയാം. ഫുട്പാത്ത് എന്തിനാ? ജനങ്ങൾക്ക് നടന്നു പോകാനാണ്.
ഏതെങ്കിലും ഒരാൾക്ക് ഈ ഇതുവഴി നടന്നു പോകാൻ കഴിയും? അവിടെ എല്ലാം KSRTC കയ്യേറി. അപ്പൊ ഫുട്പാത്ത് ഉൾപ്പെടെ KSRTCക്ക് വേണ്ടി പതിച്ചു കൊടുക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഫുട്പാത്ത് പൊതുജനങ്ങൾക്കുള്ളതല്ലേ. ഇപ്പൊ ഇത് PWD ആണ് മെയിൻ്റെനൻസ് നടത്തുന്നത്. ആരുടെ അന്ന് PWD ഉദ്യോഗസ്ഥർ ഒരിക്കൽ ഇത് സംശയം വന്നപ്പോ അവരുടെ നിയന്ത്രണത്തിലാണത്. PWD ഇത് KSRTC ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. PWD മെയിൻ്റെനൻസ് ചെയ്യുന്ന സ്ഥലമാണ്. PWD പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. റോഡ് ഫണ്ട് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ രേഖകളും ഉണ്ട്. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഏതോ ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവ് താഴെ തട്ടിലുള്ള പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെപ്പോലുള്ള താഴെ തൊഴിലാളികളുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ പോലീസ് രാവിലെ ഒരു ബലപ്രയോഗം നടത്തി. ഞങ്ങൾ ഒരു ബലപ്രയോഗത്തിനും പോയിട്ടില്ല. ഞങ്ങൾ മാന്യമായി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോടും ബന്ധപ്പെട്ട അധികാരികളോടും വളരെ സമാധാനപരമായി നമ്മൾ സർവീസ് എല്ലാം നിർത്തിവെച്ച് സമരത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഒരു രീതിയിലുള്ള അവര് കുറുവടിയും മറ്റുമൊക്കെ നമ്മൾ അടിക്കാൻ വന്നിട്ട് പോലും അതൊന്നും ശേഷിയില്ലാത്തവരല്ല. ഞങ്ങൾ മഴയെ പിടിക്കണവർ തന്നെ, അതിനൊക്കെ ശേഷിയുണ്ട്. പക്ഷെ ഞങ്ങൾ അത്തരം ഒരു നിലപാടിലേക്കല്ല പോയത്. സമാധാനപരമായി ഇതിനെ ചർച്ച ചെയ്ത് അടിയന്തരമായി ഇത് മാറ്റണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. പ്രൈവറ്റുകാർക്ക് നിയമപരമായിട്ട് ഇവിടെ സ്ഥലമില്ല, പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, അങ്ങനെ ഒരു വാദവും കൂടി വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുത? ഒരർത്ഥവുമില്ല. എങ്ങനെയാണ് ഞാൻ ചോദിച്ച ചോദ്യം, ഭീമാപ്പള്ളിയിൽ നിന്ന് ഒരാൾ വരുന്നത് ഇവിടെ ഇറങ്ങി, താങ്കളിപ്പോ അവിടെ നിന്ന് മണക്കാട് നിന്ന് ടിക്കറ്റ് എടുത്തു, പ്രൈവറ്റ് ബസ്സിൽ കയറി, എവിടെ പറയും? കിഴക്കേക്കോട്ട. എവിടെയാ കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞു? നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെ? ഇവിടെയാണ്. അപ്പൊ നമ്മൾ എവിടെ നിർത്തും? എവിടെ നിർത്തണം ഈ ആളുകളെ? അപ്പൊ ഇത് കിഴക്കേക്കോട്ടയിൽ ഞങ്ങൾ നിർത്തില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി പഴവങ്കാടിക്ക് അപ്പുറത്തെ നിർത്തും നിങ്ങളോട് പറയാൻ പറ്റും? അപ്പൊ ഇതാണ് ഗൗരവമായ വിഷയം. ഇത് അധികാരികൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ രേഖയെല്ലാം ഓണർമാര് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് നിലവിൽ നിൽക്കുകയാണ്. അത് ബന്ധപ്പെട്ട രേഖകളെല്ലാം വിവരാവകാശ മുഴുവൻ രേഖകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയിലാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. ഇപ്പോ ഈ ഒരു ദിവസത്തെ സർവീസ് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പൊ പ്രൈവറ്റ് ജീവനക്കാരൊക്കെ ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചത് ഈ ഒരു ദിവസം ബാധിച്ചിരിക്കുകയാണ് അല്ലേ? ഈ ഒരു ദിവസം ഇവർക്കെല്ലാം ഇവരെങ്ങനെ വീട്ടിൽ വൈകുന്നേരത്ത് പോകുമ്പോ ഡെയിലി ശമ്പളമാണല്ലോ. ഇവരാരും മന്ത്ലി ശമ്പളം വാങ്ങിക്കുന്ന ആളുകളല്ല. ഇന്ന് ശമ്പളം മുടങ്ങിയാ നിൽക്കുന്നത്. ഇനി മുതൽ എത്ര ദിവസം ശമ്പളം മുടങ്ങുമെന്ന് അവർക്കറിയില്ല. ഓണർമാര് ടാക്സ് അടയ്ക്കണം. 3 മാസത്തിലൊരിക്കൽ 45,000 രൂപ ഇൻഷുറൻസും അതുപോലെ ടാക്സും അടയ്ക്കണം. ഈ ഓടി എന്തിനാ എടുക്കാൻ പറ്റുള്ളൂ? അപ്പൊ ഇവർ ഈ ഒരു വാഹനം ഒരു പ്രൈവറ്റ് ബസ് വാങ്ങിക്കുമ്പോൾ ഒരു മുതലാളി എത്ര രൂപ കടത്തിലാണെന്നുള്ളത് നിങ്ങൾ വിശദമായിട്ട് ഒരു ചെറിയ അവരോടൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്ര രൂപ കടത്തിലാണ്. നിലവിൽ എവിടേക്കാണ് ഇവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നത്? ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് എവിടേക്കാണ്? ഒരിടത്തും തന്നിട്ടില്ല. എവിടെയാണ് പാർക്കിംഗ് തന്നിട്ടുള്ളത്? ഒരിടത്തുമില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആധികാരികമായി ചർച്ച ചെയ്യേണ്ട നിരവധി പ്രശ്നമുണ്ട്. ടൈമുണ്ട്. 1 കിലോമീറ്ററുടെ 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന വെട്ടിമുറിച്ച കോട്ട മുതൽ പഴവങ്ങാടി വരെ നമ്മൾ എത്തില്ല. അപ്പൊ അത് കാലോചിതമായി പരിഷ്കരിക്കണം. നിരവധി വാഹന ബാഹുല്യമുള്ള പ്രദേശമാണ് തിരുവനന്തപുരം പട്ടണം. ശ്വാസം മുട്ടുകയാണ്. അപ്പൊ ആ പ്രദേശത്ത് ഈ ടൈമിന്റെ സമയത്തെ സംബന്ധിച്ച് KSRTCക്ക് ഇതൊന്നും ബാധകമല്ല. ഞാൻ KSRTC അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല. പക്ഷെ സമയം ക്ലിപ്തത പാലിക്കുന്നില്ല എന്നൊരു RTO ഉദ്യോഗസ്ഥന്മാരെ ഫോട്ടോ എടുത്ത് അവർക്ക് അപ്പോഴ് പെനാലിറ്റി വരുന്നുണ്ട്. ഇതെല്ലാം പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ഇതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കണ്ടേ? ഇവർക്കൊരു പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ മനുഷ്യരല്ലേ? എവിടെയെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? എവിടെയാ 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്? എവിടെയെങ്കിലും 5 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ ഓടി റണ്ണിങ് ടൈം കിട്ടില്ല. അപ്പോൾ പെനാൽറ്റി അടയ്ക്കണം. അത് ഈ പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കുന്നത് പോലും റെസ്റ്റ് ഇല്ലാതെ ബസ്സിനകത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തി ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. നിലവിലെ CITUവിന്റെ ഒരു തീരുമാനം ഇപ്പൊ സർക്കാർ എവിടുന്ന് വരുന്ന വാഹനങ്ങൾ കാർ എങ്ങനെ പോകും? ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സർക്കാരിന്റെ ഒരു പരിഗണനയിൽ വിഷയം വരുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ നിരവധി നാളുകൾ മുമ്പേ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ KSRTCയിൽ ഇരിക്കുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർ, ഞാൻ മനസ്സിലാക്കുന്ന നിയമസഭാ സമ്മേളനം നടക്കുകയാണ്, വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഗവൺമെന്റിനെ മോശകരമായി ചിത്രീകരിക്കാൻ വേണ്ടി KSRTCയിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥർ
നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാവാം ഇത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമസഭാ സമ്മേളനവും തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പബ്ലിക്കിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ KSRTCയിലെ സർക്കാരിനെ മോശമായി കാണിക്കാൻ കഴിയുന്ന ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനമാണ് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു.